വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്കിൽ തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിലെ മട്ടിലയം നീർത്തട പദ്ധതി 724 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്താണ് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ KFW വാട്ടർഷെഡ് രണ്ടാം ഘട്ടം നടപ്പിലാക്കിയത്. 1950 മുതൽ കുടിയേറ്റക്കാർ കൈവശമാക്കിയ വയനാട് ജില്ലയിലെ ഏതാണ്ട് മുഴുവൻ ആളുകളും സ്വന്തമായ കൃഷിസ്ഥലത്തിലോ കൂലിപ്പണിയിലോ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. കന്നുകാലി വളർത്തലാണ് വയനാടൻ ജനതയുടെ രണ്ടാമത്തെ ജീവസന്ധാരണ മാർഗം. കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിച്ച കാർഷിക നാശവും വിപണിയിലെ വിലത്തകർച്ചയും മൂലം വയനാടിന്റെ സമ്പദ്വ്യവസ്ഥ മോശമായ അവസ്ഥയിലാണുള്ളത്. സാമ്പത്തിക തകർച്ചകൾ കൊണ്ടുചെന്നെത്തിച്ച ഭീമമായ കടബാധ്യതകൾ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കുന്നു. കാർഷിക മേഖലയിലെ സാധ്യതകൾക്ക് മങ്ങലേറ്റതോടെ യുവാക്കൾ കൃഷിയിലേക്ക് വരാൻ മടിക്കുന്നു. കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതികൾ സർക്കാരോ സർക്കാരിതര ഏജൻസികളോ തയ്യാറാക്കി നൽകും എന്ന പ്രതീക്ഷയിലാണ് വയനാടൻ ജനത. പ്രകൃതി വിഭവങ്ങളുടെ വികസനത്തിനും നിലനിൽപ്പിനും സംരക്ഷണത്തിനും ഊന്നൽ നൽകി പ്രധാനമായും മണ്ണ്, ജലം എന്നിവയുടെ സംരക്ഷണത്തിൽ ഊന്നിയുള്ള പ്രാദേശിക കൂട്ടായ്മയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് മട്ടിലയം നീർത്തട പദ്ധതി. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ രണ്ടാമത്തെ പദ്ധതിയാണ് മട്ടിലയം നീർത്തട പദ്ധതി. വിജയകരമായി പൂർത്തിയാക്കിയ പൊർലോം പദ്ധതിയാണ് മറ്റൊരെണ്ണം. പ്രാദേശിക സമിതികളുടെ സഹായത്തോടെയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് പദ്ധതി കാലാവധിക്ക് ശേഷവും നല്ല തുടർച്ച നൽകാൻ സാധിക്കുന്നത്. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ആവശ്യമായ സാങ്കേതിക സഹായവും നബാർഡ് സാമ്പത്തിക സഹായവും നൽകി വരുന്നു. ജലം, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഏറെ പ്രാധാന്യത്തോടെ മട്ടിലയം നീർത്തട പദ്ധതിയിൽ നടപ്പിലാക്കിയത്. ഇതിനായി മൺകയ്യാല നിർമ്മാണം, കല്ലുകയ്യാല നിർമ്മാണം, കിണർ റീചാർജിംഗ്, തീറ്റപ്പുൽകൃഷി വ്യാപനം, നീർക്കുഴി നിർമ്മാണം എന്നീ പദ്ധതികൾ നടപ്പിലാക്കി. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനും അതിലൂടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താനുതകുന്ന പദ്ധതികളും മട്ടിലയം നീർത്തട പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മണ്ണ് പരിശോധന, സോയിൽ കാർഡ് വിതരണം, ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും വിതരണം, വാരണാസി കമ്പോസ്റ്റ് യൂണിറ്റുകൾ, കുമ്മായ വിതരണം, ജൈവ പുതയിടൽ, പയർവർഗ വിഭവങ്ങളുടെ വ്യാപനം, അസോള കൃഷി വ്യാപനം, ജൈവകൃഷി വ്യാപനവും ജൈവകൃഷി സർട്ടിഫിക്കേഷനും ഈ പദ്ധതിയിൽ നടപ്പിലാക്കിയത് വരുമാന വർധനവിന് കാരണമായി. എൻ്റെ പേര് നാരായണൻ. മട്ടിലയം നാനോ വാട്ടർഷെഡിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറാണ്. ഒരു വർഷം മുമ്പ് ഈ ഇതിൻ്റെ കീഴിൽ വാരണാസി കമ്പോസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ട് ഇതിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നു. പിന്നെ മാനന്തവാടി ഇതിൻ്റെ ഓഫീസിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങൾക്കത് വേണ്ട എന്താ ചെയ്യേണ്ടതിൻ്റെ ഇത് പഠിപ്പിച്ചു തരുകയും ചെയ്തു. അതിനോടനുബന്ധിച്ചിട്ട് അത് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചാണകവും
പറമ്പിലുള്ള വേസ്റ്റ് ഉണക്ക കരിയിലൊക്കെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ജൈവവളം കിട്ടുന്നുണ്ട്. ഈ ജൈവവളം ഉൽപ്പാദിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ സ്വന്തം ആവശ്യമുള്ള പച്ചക്കറിക്ക് തോട്ടത്തിലൊക്കെ നമ്മൾ രാസവളം തീരെ ഉപയോഗിക്കാറില്ല. ഈ വളം തന്നെയാണ് ചാണകം കൂട്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം കണ്ട് അടുത്ത വീടുകളിലെ ആളുകൾക്ക് ആവശ്യപ്പെടാറുണ്ട്. ഉപയോഗിച്ചതിന് ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ആഗോളമായി കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. പദ്ധതി പ്രദേശത്തെ ആളുകൾക്ക് മാറിയ കാലാവസ്ഥയെയും ജീവിതമാർഗത്തെയും സാങ്കേതിക വിദ്യയെയും പരിചയപ്പെടുത്തുന്ന നിരവധി പരിശീലന പരിപാടികൾ നബാർഡിന്റെ സഹായത്തോടെ WSS ഒരുക്കി. പഴങ്ങളുടെ സംസ്കരണം, ജൈവകൃഷി സർട്ടിഫിക്കേഷൻ പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, തേനീച്ച വളർത്തൽ, സോപ്പ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, ഡ്രൈ ഫ്ലവേഴ്സ് നിർമ്മാണം, കാർഷിക ഉൽപാദക സ്ഥലങ്ങൾ, ജലസാക്ഷരത, ജൈവ പച്ചക്കറി കൃഷി എന്നീ പരിശീലനങ്ങളാണ് നടത്തിയത്. മട്ടിലയം നീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കാലാവസ്ഥാ അനുരൂപണ കൃഷിരീതികൾ കാലത്തിനൊത്ത് കർഷകരെ മാറ്റുന്നതിന് ഉപയുക്തമായി. കാലാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് തേനീച്ച വളർത്തൽ, ചെറുകിട ജലസേചനം, വരൾച്ചയെ പ്രതിരോധിക്കാൻ നെൽകൃഷി വ്യാപനം, ജൈവ പച്ചക്കറി കൃഷി വ്യാപനം, ജൈവ വേലി നിർമ്മാണം, ജൈവ കൃഷി വ്യാപനം, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, നാടൻ വിത്തിനങ്ങൾ ചേർത്തുകൊണ്ടുള്ള വിത്ത് ബാങ്ക്, തൊഴുത്ത് നിർമ്മാണം എന്നിവയൊക്കെ ആ പ്രദേശത്തിന്റെ പച്ചപ്പിനെ തിരികെ കൊണ്ടുവരാനും ഉപകരിച്ചു. നബാർഡിന്റെ അനുമതിയോടെ പദ്ധതി പ്രദേശത്തെ ആളുകൾക്കായി നടത്തിയ 2 പഠനയാത്രകളും ആളുകൾക്ക് ഉപകാരപ്രദമായി. സമയാസമയങ്ങളിൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നടത്തിയ ഇടപെടലുകളും മേൽനോട്ടവും പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കാൻ കാരണമായി. നബാർഡ് അധികൃതരുടെ സഹകരണവും സന്ദർശനങ്ങളും പദ്ധതി കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിച്ചു. പ്രാദേശികമായി രൂപീകരിക്കപ്പെട്ട നീർത്തട സമിതിയോട് ചേർന്ന് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും നബാർഡും ചേർന്ന് മട്ടിലയത്ത് നടപ്പിലാക്കിയത് രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു നീർത്തട പദ്ധതിയാണ്.